നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വോട്ടർമാർക്ക് ഒരു തെറ്റുപറ്റി, അത് അവർ തിരുത്തി. BJP സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. അയാൾ വിജയിച്ചു. തൃശൂർക്കാരെ വല്ലാതെ ദ്രോഹിച്ചു. തൃശൂർക്കാർക്ക് കാര്യം പിടികിട്ടി. ഇയാളെ കാണുന്ന പോളിഷൊക്കെ ഉള്ളൂ, ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഇയാളുടെ പൊങ്ങച്ചവും അതുപോലെ തന്നെ ഇയാളുടെ ചില ഡയലോഗുകളും ഒക്കെ കേട്ട് തൃശൂർക്കാർക്ക് മടുത്തു. അവർ പണി പാലും വെള്ളത്തിൽ കൊടുത്തു. ഇവിടെ കോർപ്പറേഷൻ പിടിക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ ആരവമായിരുന്നു, വലിയ എന്തൊക്കെയോ ഡയലോഗുകളാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ 33 സീറ്റ് UDF പിടിച്ചു, 11 സീറ്റ് LDF പിടിച്ചു. 8 സീറ്റുമായി BJP ഒരു മൂലയിലേക്ക് അങ്ങ് ഒതുങ്ങി. അതുപോലെ തന്നെ ഇവിടെ ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണവുമായി നോക്കുമ്പോഴും അവിടെയും BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥ സ്വാഹ എന്ന് പറയേണ്ടി വരും. അത്തരമൊരവസ്ഥയിലേക്ക് പോയി. ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു സ്ഥലത്തും ഭരണം കിട്ടിയില്ല, ജില്ലാ പഞ്ചായത്തും കിട്ടിയില്ല, മുനിസിപ്പാലിറ്റിയും കിട്ടിയില്ല. ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി LDFന്റെ കയ്യിലാണ്, ചാവക്കാട് LDFന്റെ കയ്യിലാണ്, കുന്നോളം LDFന്റെ കയ്യിലാണ്, വടക്കാഞ്ചേരി LDFന്റെ കയ്യിലാണ്, ഇരിങ്ങാലക്കുട UDFന്റെ കയ്യിലാണ്. അങ്ങനെ UDFും LDFും അങ്ങോട്ട് ഈ മുനിസിപ്പാലിറ്റികളിലൊക്കെ ഭരണം പിടിച്ചു. ചില മൂലകളിൽ, ചില സ്ഥലങ്ങളിലൊക്കെ BJPയുടെ ആളുകൾ വിജയിച്ചു. അതായത് അവർക്ക് 10 വോട്ടുകളുള്ള സ്ഥലത്ത് അവരുടേതായിട്ടുള്ള ചില ആളുകൾ അവരെ വിജയിപ്പിച്ചു. അതിലപ്പുറം അവർക്ക് ഒരു വളർച്ചയും തൃശ്ശൂർ ജില്ലയിൽ അവകാശപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിഞ്ഞു. വളർച്ച മുരടിച്ചു പോയി എന്നുള്ളതാണ്. അതായത് സുരേഷ് ഗോപിയെ പോലുള്ള ഒരു വ്യക്തിയെ, ചെമ്പ് ഗോപി എന്നൊക്കെ വിളിക്കുന്ന ഈ കക്ഷിയെ വിജയിപ്പിച്ച് MP ആക്കി. അയാൾ പിന്നെ മന്ത്രിയായി. പിന്നെ അയാൾ രാജാവും ബാക്കിയുള്ള ആളുകളും ഒക്കെ പ്രജകളായി. തൃശ്ശൂർക്കാര് സഹിച്ചു മടുത്തു. അവരുടെ വികസനവും അതുപോലെ തന്നെ മറ്റു വികസന പ്രവർത്തനങ്ങളും ഒക്കെ ആ മണ്ഡലത്തിലെ അവസ്ഥകളൊക്കെ അതിദയനീയമായ ഒരു അവസ്ഥയിലേക്ക് പോയി. സുരേഷ് ഗോപി താമസിച്ച സ്ഥലത്തെ ചില ക്ഷേത്രങ്ങളിലെ ഉത്സവം മുടങ്ങി. തൃശ്ശൂര് പൂരം നടത്തിയത് ഇയാളാണ് എന്ന് കൊട്ടിഘോഷിച്ച് ചില ഡയലോഗുകളൊക്കെ അടിച്ചു. എന്തായാലും ഈ തൃശ്ശൂർ പൂരം അട്ടിമറിയുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ പങ്കൊന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അജിത് കുമാറിന്റെ ഇടപെടലൊന്നും ഒഴിവാക്കാൻ കഴിയില്ല. എന്തായാലും ജനങ്ങൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി. സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ BJPയെയും ഒക്കെ സഹായിക്കുന്ന നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ സർക്കാരിനും കിട്ടിയ അട്ടപടലം പണി. എന്തായാലും ഇവിടെ തൃശ്ശൂരിലെ ഇപ്പോഴത്തെ BJPയുടെ അവസ്ഥ അതിദയനീയമാണ്. വല്ലാതെ അഹങ്കരിച്ച് തൃശ്ശൂരിങ് എടുക്കുവാണ് അല്ലെങ്കിൽ എടുത്തു എന്നൊക്കെ പറഞ്ഞിരുന്ന സംഘപരിവാരങ്ങളോട് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്, ആ തൃശ്ശൂർ അങ്ങ് കൊടുക്കുവല്ലേ മിത്രങ്ങളെ എന്ന ഒരു കാര്യം മാത്രമാണ്.